കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഗ്രാൻഡ് മദറിൻ്റെ വല്യമ്മച്ചിയുടെ ചക്കക്കുരു മാങ്ങ ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് ഉപ്പുമാങ്ങയുണ്ട്, എന്നാൽ ഉപ്പുമാങ്ങ ഉപയോഗിച്ച് ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാനായിട്ടാണ് ഇന്നത്തെ ശ്രമം. നല്ല കൊഴുകൊഴാന്നുള്ള ചക്കക്കുരു മാങ്ങ, നല്ല കുത്തിരി ചോറും നല്ലൊരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല എന്ത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പണ്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ഒരു കറിയായിരുന്നു ചക്കക്കുരു മാങ്ങ. ഇപ്പോൾ ഇവിടെ ചക്കക്കുരു ഒന്നും കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കുറച്ച് കിട്ടി, അപ്പോൾ അതുകൊണ്ടാണ് ചക്കക്കുരു മാങ്ങ ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറിൻസ് കിച്ചൻ ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചക്കക്കുരു മാങ്ങ കറിക്ക് വേണ്ടതെന്ന് നോക്കാം. ഈ മാങ്ങ, ഇതിപ്പോൾ ഉപ്പുമാങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. പച്ചമാങ്ങയാണ് നല്ലത്, പുളി അനുസരിച്ച്. ഇപ്പം നമുക്കൊരു 2 കപ്പ് ചക്കക്കുരു ഉണ്ട് ഇവിടെ, ഒരു 30 ചക്കക്കുരുവോളം ഉണ്ട്. അത് 2 കപ്പ് കാണും കട്ട് ചെയ്ത് കഴിയുമ്പം. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല പുളിയുള്ള മാങ്ങ, പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, പുളിയുള്ളതാണെങ്കിൽ 1 എണ്ണം എടുക്കുക. അപ്പം ഞാനിവിടെ ഉപ്പുമാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ആ വൈറ്റ് തൊലി മാറ്റുക. പിന്നെ ഇപ്പോൾ വന്ന് അതിനകത്ത് ആ ബ്രൗൺ തൊലി അങ്ങനെ അധികം ആരും കളയാറില്ല, അത് ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ പണ്ടൊക്കെ അത് അമ്മച്ചിമാർ ചിരണ്ടി കളഞ്ഞു തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പകുതി, എൻ്റെ കുറച്ച് ഭാഗം അങ്ങനെ ചിരണ്ടി കളയുകയാണ്. അപ്പം ആ ബ്രൗൺ തൊലിയും കൂടെ കുറച്ചും കൂടെ കളയുക. അത് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇനി കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചക്കക്കുരു അല്ല എങ്ങനെയാണോ വേവെന്ന് അറിയില്ല, അതുകൊണ്ട് കുക്കറാണ് സേഫ്. അപ്പം 2 കപ്പ് ചക്കക്കുരു അരിഞ്ഞതുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടിയെന്ന് പറയുന്നത് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5 കപ്പ്, ഒരു 1.5 ഗ്ലാസ് വെള്ളം മതിയാവുന്നതാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് ഒരുമിച്ച് അരയ്ക്കേണ്ടത്. മിക്സിക്കകത്ത് ഇതെല്ലാം കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒരു ശകലം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. കണ്ടത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. നമ്മുടെ ചക്കക്കുരു കുറച്ചല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ 2 വിസിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ ഗ്യാസ് എല്ലാം പോയി കഴിയുമ്പം നമുക്ക് തുറക്കാം. ചക്കക്കുരു ഒക്കെ വെന്തോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി ആ വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ബോയിൽ ചെയ്ത് വേണ്ടത്ര കൺസിസ്റ്റൻസിയിലോട്ട് എത്തിക്കുക. അരപ്പൊക്കെ നന്നായിട്ട് വേകണം. അതുപോലെ ഒരു 5-6 മിനിറ്റ് ബോയിൽ ചെയ്യണം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് മാങ്ങയും ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ജീരകം, പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ മൂത്ത് കഴിയുമ്പം നമുക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതും മൂത്ത് കഴിയുമ്പം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണയിലൊക്കെ കടുക് വറുക്കുന്നതാണ് നല്ല ബെസ്റ്റ് രുചി വരുന്നത്. അപ്പോൾ നമ്മൾ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക. പിന്നെ കുറച്ച് തണുത്ത് കഴിയുമ്പം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരളത്തിൻ്റെ പഴയ രുചിയാണ് കേട്ടോ ചക്കക്കുരു മാങ്ങ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒക്കെ അത് ഉണ്ടാക്കാനായിട്ട് ആരുമില്ല, അമ്മച്ചിമാരൊക്കെ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ തലമുറ ആയപ്പോഴത്തേന് ഈ കറികളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുവാൻ തന്നെ ആളില്ലാതെ വന്നിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർ എന്തായാലും ഉണ്ടാക്കിയിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി വല്യമ്മച്ചി സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചക്കക്കുരു ഒക്കെ അവൈലബിൾ ആകുമ്പോൾ. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കേരള ഒതന്റിക് റെസിപ്പീസും വളരെ വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.